ഹലോ, നല്ല ചൂട് പനീർ പറാത്ത ഉണ്ടാക്കിയാലോ? നല്ല ചൂടാണ് കേട്ടോ. ഇപ്പം ഉണ്ടാക്കി കഴിഞ്ഞതേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള, നമുക്ക് വേറെ കറിയൊന്നും വേണ്ട, തൈര് മാത്രം കൂട്ടി കഴിക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ വായോ, നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ഞാൻ കുറച്ച് ആശീർവാദിൻ്റെ ആട്ടപ്പൊടി എടുത്തു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് ഇളം ചൂടുവെള്ളത്തിലാണ് കേട്ടോ ഒന്ന് കുഴച്ചെടുക്കുക. നന്നായി കുഴച്ചൊന്ന് നല്ല സോഫ്റ്റായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് മാറ്റി വയ്ക്കുക. ഒരു 10-15 മിനിറ്റ് ഞാൻ സൈഡിലൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിന് ഫില്ലിംഗ് ആയിട്ടുള്ള പനീറൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനൊരു നമ്മൾക്ക് കിട്ടില്ലേ ആ ഒരു 200 ഗ്രാമിൻ്റെ ആ ഒരു ബോക്സ് പനീറുണ്ടല്ലോ, മിൽക്കി മിസ്റ്റിൻ്റെ പനീറാണ് കേട്ടോ. അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫോർക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല പൊടിയായി വരണേ. അതിനുശേഷം കൈ കൊണ്ട് ഒന്നും കൂടി മിക്സ് ചെയ്യണേ. മിക്സിയിലിട്ടിട്ടൊന്നും അടിക്കാൻ പാടില്ല. ഇനി അതിലേക്ക് ഒരു ചെറിയ സവാള, 2 പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ചാട്ട് മസാലയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ചാട്ട് മസാല ഇഷ്ടമാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ. ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു മണമാണ്, നല്ലൊരു ടേസ്റ്റും കൂടി കിട്ടും. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. ആ പനീറിൻ്റെ ക്യൂബ്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. നന്നായി കൈ കൊണ്ട് മിക്സ് ചെയ്തൊന്ന് ഉടച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് എത്രയാണോ ചപ്പാത്തി ഉള്ളത് അതനുസരിച്ചിട്ട് നമ്മൾ ബോളാക്കി വയ്ക്കുക കേട്ടോ. ഞാനിപ്പം ഞങ്ങൾക്ക് 4 പേർക്കുള്ള അളവിനാണ് ഒരു 8 ചപ്പാത്തി അത്രേ ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ ചപ്പാത്തി നമ്മൾ ജസ്റ്റ് ഒന്ന് പൂരിയുടെ ആ ഒരു സൈസിൽ പരത്തിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ പനീറിൻ്റെ മിക്സ് വെച്ച് ഒന്ന് അടച്ചു കൊടുക്കുക, നമ്മളെ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ. എന്നിട്ട് ചപ്പാത്തി പോലെ ഒന്ന് പൊടിയിൽ മുക്കിയിട്ട് ജസ്റ്റ് സ്ലോലി പരത്തണം കേട്ടോ. നമ്മൾ ഹാർഡായിട്ട് പ്രസ് ചെയ്യാൻ പാടില്ല. നല്ല പതുക്കെ പ്രസ് ചെയ്താൽ ഇതുപോലെ കിട്ടും. ഇതിപ്പോൾ കണ്ടില്ലേ, പൊട്ടിയിട്ടൊന്നുമില്ല. അപ്പം ഞാനൊരു 2 എണ്ണം ആക്കി വെച്ചിട്ട് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ചട്ടി ചൂടാൻ വേണ്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് ഒന്ന് കൊഴുക്കട്ട ഉണ്ടാക്കുന്ന പോലെ ഉരുട്ടിയെടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ചപ്പാത്തി പരത്തിയെടുക്കുന്ന പോലെ സ്ലോലി ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം എണ്ണയൊന്നും തടവിയില്ല കേട്ടോ. ജസ്റ്റ് ചട്ടി ചൂടായി കഴിയുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് നമ്മളുടെ ആലു പറാത്ത അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ടതിന് ശേഷം കുറച്ച് ബട്ടർ ആഡ് ചെയ്യാം കേട്ടോ. ഇത് ഹൈ ഫ്ലെയിമിലാണ് ഇട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലൊന്നും ആക്കിയിട്ടില്ല. ഇനി തിരിച്ചിട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല പൊട്ടാതെ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഹാർഡായിട്ട് പരത്താൻ പാടില്ല, മെല്ലെ പരത്തണം. ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം തിരിച്ചിട്ടിട്ടും കൂടി കുറച്ചും കൂടി ബട്ടറോ ഗീയോ എന്താണ് താല്പര്യം അത് കുറച്ചധികം ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായി ക്രിസ്പിയായി വരണം, അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, 2 സൈഡും നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, ബട്ടറൊക്കെ തൂകി. അപ്പം ഞാൻ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഞാൻ ബട്ടറാണ് ആഡ് ചെയ്തത്. ഗീ ആണ് ഇഷ്ടമെങ്കിൽ ഗീ ആഡ് ചെയ്യാം. ബട്ടർ ആഡ് ചെയ്തിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണേ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. കാരണം ആ ചപ്പാത്തിയൊക്കെ ഒന്ന് വെന്ത് വരണമല്ലോ. ഉള്ളിലുള്ള ഫില്ലിംഗ് ആണെങ്കിലും നമ്മൾ പനീർ കുക്ക് ചെയ്തിട്ടല്ലല്ലോ ഇട്ടത്, അങ്ങനെ തന്നെ ഇടുന്നതല്ലേ. അപ്പം അതൊന്ന് കുക്കായി വരാനാണ് ലോ ഫ്ലെയിമിൽ ഇടാൻ പറയുന്നത്. ഇതിനിപ്പോൾ വേറെ കറിയൊന്നും ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ തൈരുണ്ടല്ലോ, തൈരിലേക്ക് ഉപ്പും കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ചാട്ട് മസാലയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതാണ് കേട്ടോ ഞാൻ കൂട്ടി കഴിക്കാൻ പോകുന്നത്. അപ്പോൾ മോൻ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവന് കൊടുക്കുകയാണ്. അപ്പോൾ അത് കണ്ടില്ലേ, നല്ല ടേസ്റ്റാട്ടോ. ചൂട് പോകുന്നതിന് മുമ്പ് കഴിക്കണേ.
തണുത്ത് കഴിക്കാൻ വലിയൊരു ടേസ്റ്റൊന്നുമില്ല. കാരണം ഇത് സ്കൂളിലേക്കാണെങ്കിൽ നമുക്ക് കൊടുത്ത് വിടാം. സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയും തണുത്ത് പോവും. പക്ഷേ ചൂട് പനീർ പറാത്ത കഴിക്കാൻ കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല പൊട്ടാതെ നല്ല പൊങ്ങി പനീർ പറാത്ത റെഡി. അപ്പം ഞങ്ങൾ പോയി പനീർ പറാത്തയും തൈരും കൂടി കഴിക്കട്ടെ. നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.